ചോദിച്ചോളി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനിച്ച ദിവസത്തിന് മഹത്വമുണ്ട് എന്ന് ഇമാമികൾ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? അതെ, ഏറ്റവും ഈ സമയത്ത് ചോദിക്കേണ്ടുന്ന പ്രസക്തമായ ചോദ്യം. ഇനിയിപ്പോൾ നാളെ മറ്റന്നാളോ എന്നാണ് നബിദിനം? വെള്ളിയാഴ്ച. 1500 ജന്മദിനവും വെള്ളിയാഴ്ചയും ഒരുമിച്ച് വന്ന നമുക്കുള്ള ഏറ്റവും നല്ലൊരു സുവർണാവസരമാണ്. അതുകൊണ്ട് തന്നെ സുന്നികൾ ഈ പ്രാവശ്യം വളരെ വളരെ സജീവമാണ്. അപ്പൊ ഇമാമിയങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ധാരാളം ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് മറുപടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട എന്തിനാണ് മഹത്വമില്ലാത്തത്? ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരാളെ കൈ, ആ കയ്യിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയ്യിനേക്കാൾ മഹത്വമുണ്ട്, ആ കയ്യിനേക്കാൾ ഭംഗിയുണ്ട് എന്നൊക്കെ വിശ്വസിക്കൽ തെറ്റാണെന്ന് മാത്രമല്ല, അത് കുഫറിലേക്ക് എത്തിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സമയത്തിന് മഹത്വം ഉണ്ട് എന്ന് മാത്രമല്ല, നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ജനിച്ച സമയത്തിന് എന്താ പറയാ? മൗലിദ് അല്ലേ? ഇപ്പൊ മഗ്രിബ് എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുന്ന സമയം, ഉറൂബിന്റെ സമയം. എന്തിനും പറയും സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലം. സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലത്തിനും സൂര്യൻ അസ്തമിക്കുന്ന സമയത്തിനും മഗ്രിബ് എന്ന് പറയുന്ന പോലെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സ്ഥലത്തിനും ജനിച്ച സമയത്തിനും മൗലിദ് എന്ന് പറയും. ജനിച്ച സ്ഥലം എവിടെയാ? മക്കയിലെ കഅബാലയത്തിന്റെ പരിസരത്ത് മസ്അയുടെ ബാക്ക് ഭാഗത്തായി, പിന്നെ ജബൽ അബി ഖുബൈസ് പർവ്വതത്തിന്റെ സമീപത്തായി. ഇന്ന് അതൊരു വലിയ ലൈബ്രറിയാണ്. ആ സ്ഥലം ഹജ്ജിനും ഉംറക്കും വരുന്നവർ സന്ദർശിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു ഹജ്ജിനും ഉംറക്കും പോണോല് മനസ്സിലാക്കേണ്ട മസലകൾ എഴുതിയ ഇളായിൽ എഴുതി വെച്ചു. ആ വിഷയത്തിൽ മാത്രം കിതാബ് എഴുതിയുള്ളൂ. ഏത്? മൗലിദ്. മൗലിദ് എന്നാൽ ജനിച്ച സ്ഥലം. അപ്പൊ ജനിച്ച സ്ഥലത്തിന് മഹത്വമുണ്ട്, ആ വിഷയത്തിൽ അവിടെ സന്ദർശിക്കൽ സുന്നത്തുണ്ട് എന്നൊക്കെ ഇമാമിങ്ങൾ എഴുതി വെച്ചു. ഇനി മൗലിദ് എന്ന് പറഞ്ഞാൽ ജനന സമയം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സമയം, ആ സമയത്തിന് മഹത്വമുണ്ട് എന്ന് എഴുതി വെച്ച ധാരാളം മഹാന്മാരുണ്ട് എന്ന് മാത്രമല്ല, ഒരാളും ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ അങ്ങനെ ചിന്തിക്കണം. ലക്ഷക്കണക്കിന് ഇമാമുമാർ, മഹാന്മാർ, പണ്ഡിതന്മാരുടെ കഴിഞ്ഞുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സമയത്തിന് ഒരു മഹത്വമില്ല, അതിനൊരു പ്രത്യേകതയില്ല എന്ന് ഏത് ഇമാമ പറഞ്ഞു? അവമാണല്ലോ ആലോചിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാടിന് മഹത്വല്ലേ? ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅൻത ഹില്ലും ബിഹാദൽ ബലദ്. നബിയെ, നിങ്ങളുണ്ടാവുമ്പോൾ, നിങ്ങളുള്ള നാടില്ല, അതിന് ഭയങ്കര മഹത്വം മക്ക. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരീരം വെച്ച നാട്, ആ ശരീരം വെച്ച സ്ഥലം. ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു തന്നെ ഫത്തുൽ ബാരിയിൽ പറഞ്ഞത് അജ്മഅത്ത് ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ ഏകോപനമാണെന്ന്. എന്ത്? ഏറ്റവും മഹത്വമുള്ള സ്ഥലം. മസ്ജിദുൽ ഹറാം നിലകൊള്ളുന്ന സ്ഥലമുണ്ട്, മസ്ജിദുൽ നബവി നിലകൊള്ളുന്ന സ്ഥലമുണ്ട്, അറഫ ഉണ്ട്, ഇങ്ങനെ പല സ്ഥലമില്ലേ? ഇതിൽ ഏറ്റവും മഹത്വമുള്ള സ്ഥലം ജസദു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം ചേർക്കപ്പെട്ട സ്ഥലം. യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ അഅ്ലമു ഫത്വാബ മിൻ ത്വീബിഹിന്നൽ ഖാഉ വൽ അക്ം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനിപ്പോ ഈ പ്രബോധനം നടത്തിയതിന്, ഇസ്ലാം നിങ്ങൾക്ക് എത്തിച്ചു, നബിയെ എന്ന് പറയുക, ലാ അസ്അലുക്കും അലൈഹി അജ്റ, നിങ്ങൾക്ക് നിങ്ങളതിന് കൂലിയൊന്നും തരില്ല, ഞാൻ കൂലിയൊന്നും ചോദിക്കില്ല, ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ, എന്റെ കുടുംബക്കാരെ സ്നേഹിക്കാണ്ടോ. ആടാ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം അഹ്ലുന്നബി അതിന് മഹത്വമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കള് ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾക്ക് മഹത്വമുണ്ട്. സൂറത്തുൽ അഹ്സാബ് യാ നിസാ അൻ-നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ, ഓ നബി പത്നിമാരെ നിങ്ങൾ മറ്റുള്ള ഭാര്യമാരെ പോലെ ഒന്നുമല്ല. ഭാര്യമാർക്ക് എന്തുണ്ട്? പ്രത്യേകതയുണ്ട്. വഅസ്വാജുഹു ഉമ്മഹാതുഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ മുസ്ലിമീങ്ങളുടെ ഉമ്മമാരാകുന്നു, മാതാക്കളാകുന്നു. അതാണ് അവരുടെ മഹത്വം. അതിന് മഹത്വമുണ്ട്, മക്കൾക്ക് മഹത്വമുണ്ട്. എന്തിനില്ല? ജനിച്ച സമയത്തിന് മാത്രം എന്തില്ല? മഹത്വമില്ല. ഓനൊക്കെ ബുദ്ധി കൊണ്ടുപോയി പണയം വെക്കണം. എവിടെ അറിയും? ബാങ്കിലല്ല, ബണ്ണൂറ്റി അത്രയും വലിയ വിവരക്കേടല്ലത്. നിങ്ങൾ നോക്കൂ, മഹാനായ 100 കൊല്ലം മുമ്പ് ജീവിച്ച സ്വഹീൽ ബുഖാരിയുടെ വ്യാഖ്യാതാവായ ഇർഷാദുസാരിയുടെ രചയിതാവ് അൽ മവാഹിബുൽ ദുനിയ എന്ന തന്റെ ഗ്രന്ഥത്തിൽ മഹാനവറുകൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ആ സമയം, റബീഉൽ അവ്വൽ 12, ആ സമയം അത് ലൈലത്തുൽ ഖദ്റിനേക്കാൾ മാത്രമുണ്ട്. എന്നിട്ട് പറയണം അതിന് 3 കാരണമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ലൈലത്തുൽ ഖദ്റിന് മാത്രം നമ്മൾ ചെറിയ ബുദ്ധി കൊണ്ട് ചിന്തിക്കുക. നമ്മളതൊക്കെ ഇപ്പൊ ചെറിയ ബുദ്ധി, ചെറിയ അറിവ്. ലൈലത്തുൽ ഖദ്റിന് മഹത്വം കിട്ടാൻ കാരണം എന്താ? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറു മിൻ 1000 മാസത്തേക്കാൾ മഹത്വമുണ്ട് ലൈലത്തുൽ ഖദ്ർ. അതിന് ശ്രേഷ്ഠ കിട്ടാൻ കാരണം എന്താ? അന്ന് ഖുർആൻ ഇറങ്ങി എന്നതാണ്. അപ്പൊ എന്ത് മനസ്സിലായി? ഖുർആൻ ഇറങ്ങിയാൽ ആ ദിവസത്തിന്, ആ സമയത്തിന് ശ്രേഷ്ഠത മനസ്സിലായി. മിനിമം എത്ര ഉണ്ട്? 1000 മാസത്തേക്കാൾ. 1000 മാസമല്ല അതിന്റെ ശ്രേഷ്ഠത, മിനിമാണ് പറഞ്ഞു. 1000 മാസത്തേക്കാൾ അത്രയാവാം. അപ്പൊ 1000 മാസത്തേക്കാൾ മഹത്വമുണ്ട് എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ആ രാത്രി നമ്മൾ ശരിക്കും ആലോചിക്കണം. ഭൂമിയിലുള്ള അമ്മക്കാണ് ലൈലത്തുൽ ഖദ്റിന്റെ മഹത്വം ഉണ്ടല്ലോ, അല്ലെ? ഈ ലൈലത്തുൽ ഖദ്ർ പറഞ്ഞ ഉടുക്കിറങ്ങിയതാ. ലൗൽ മഹ്ഫൂദ് ഒന്ന് 1ാം ആകാശത്തേക്ക് ബൈത്തുൽ ഇസ്സയിലേക്ക് ഇറങ്ങിയതാണ് പറഞ്ഞത്. അതിന് 1000 മാസത്തേക്കാൾ ഈ ഭൂമിയിലുള്ള ഞമ്മക്ക് എല്ലാവർക്കും അന്ന് എന്തുണ്ട്? 1000 മാസത്തേക്കാൾ മഹത്വമുണ്ട്. മഹത്വം ഉണ്ട് എന്ന് മനസ്സിലായ പിന്നെ അന്ന് ഇബാദത്ത് ചെയ്യണതിന് തോന കൂലിട്ടൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. റമദാനില് നമുക്ക് തോന കൂലില്ലേ? മക്കയിലെ സ്ഥലം നന്നായാലും അങ്ങനെ തന്നെ. മക്കയിലെ മസ്ജിദുൽ ഹറാമില് ഒരാള് ഒരു കാര്യം ചെയ്താൽ, ആ ഹറമില് എന്ത് കാര്യം ചെയ്താലും എന്തിട്ടും 1,00,000 കൂലിട്ടും. മക്കത്ത് 1,00,000 കൂലിട്ടും. ഒരു നോമ്പ് നോറ്റ 1,00,000 നോമ്പ് ഒരു കിട്ടും. അതെന്തുകൊണ്ടാ? നോമ്പിന്റെ ത്യാഗമൊക്കെ ഒന്നല്ലേ? ആ സ്ഥലത്തിന്റെ മഹത്വമാണ്. മഹത്വമുള്ള സ്ഥലത്ത് നിന്ന് ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടാവും. അത് തന്നെ റമദാനാണെങ്കിലോ 70 ഇരട്ടി 700 ഇരട്ടി അങ്ങനെ പോകും. അത് തന്നെ ലൈലത്തുൽ ഖദ്റിലാണെങ്കിലോ 1000. അത് സമയത്തിന്റെ മഹത്വമാണ്. മസ്ജിദുൽ ഹറാമിന്റെ മഹത്വം എന്ന് പറയുന്നത് പ്രത്യേകം മനസ്സിലാക്കണം. നിസ്കാരത്തിന് 10,000 കോടി പ്രതിഫലം ഉണ്ടെന്ന് ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു തന്റെ തുഫയിൽ പറഞ്ഞു. അതെന്തുകൊണ്ടാ? ആ സ്ഥലത്തിന്റെ മഹത്വമാണ്. അപ്പൊ സ്ഥലം കൊണ്ടും സമയം കൊണ്ടും സൽക്കർമ്മങ്ങൾക്ക് മഹത്വം കിട്ടും. മനസ്സിലായി? അപ്പൊ മുഅ്മിനീങ്ങൾ ചെയ്യണം എന്നാ പറയുന്നത്. നമ്മളിപ്പോ മസ്ജിദുൽ ഹറാമിൽ പോയാൽ നമുക്ക് നിസ്കരിച്ചാൽ തോന്നാൻ പുതിയ കാരണം 2 റക്അത്ത് നിസ്കരിച്ചാൽ 10,000 കോടി കൂലിയാണ്. പിന്നെ നിസ്കരിക്കും അല്ലെങ്കിൽ നിസ്കരിക്കണം എന്നതുപോലെ റബീഉൽ അവ്വലിന് മഹത്വം ഉണ്ട് എന്ന് വന്നാൽ അപ്പോ ദാനധർമ്മങ്ങൾ, സുന്നത്തായ കാര്യങ്ങളൊക്കെ അധികം ചെയ്യണം. ഏത്? സ്വതക്ക കൊടുക്കൽ സുന്നത്താണ്, പഠിക്കൽ സുന്നത്താണ്, അതുപോലെ നമ്മള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് ചൊല്ലുക, മദ്ഹ് പറയുക, ഭക്ഷണം കൊടുക്കുക, ഇതൊക്കെ സുന്നത്താണ്. അതിന് തോനെ കൂലിട്ടും. അപ്പോ ഞാൻ പറഞ്ഞത്, ഖുർആൻ ഇറങ്ങിയ ദിവസത്തിന് എന്തുണ്ട്? രാത്രിക്ക് മഹത്വമുണ്ട്. അത് ഉടുക്കിറങ്ങിയ ബൈത്തുൽ ഇസ്സയ്ക്ക് ഇറങ്ങിയ. എന്നാൽ അല്ലാമ ഇബ്നു കസീറൊക്കെ തന്റെ അൽ ബിദായത്തു വന്നിയായിൽ പറഞ്ഞതുപോലെ, അസ്സിറത്തു നബവിയയിൽ പറഞ്ഞതുപോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത്, അവിടുന്ന് അവിടത്തേക്ക് നുബുവത്ത് ലഭിച്ചത്, അതായത് 40ാമത്തെ വയസ്സിൽ ഖുർആൻ ഇറങ്ങിയത്. മനസ്സിലാണോ? അത് എന്നാണ്? റബീഉൽ അവ്വലിന്റെ ആദ്യത്തിലാണ്. അപ്പൊ ഭൂമിക്ക് ഖുർആൻ ഇറങ്ങിയത് റബീഉൽ അവ്വലിലാണ്. ഖുർആൻ ഇറങ്ങിയതിന് 1000 മാസത്തേക്കാൾ മഹത്വം ഉണ്ടെന്ന് ഖുർആൻ പറഞ്ഞില്ലേ?
അപ്പൊ ആകാശത്തേക്ക് ഖുർആൻ ഇറങ്ങിയതിന് ഭയങ്കര മഹത്വമുണ്ട്, ഭൂമിക്ക് ഖുർആൻ ഇറങ്ങിയതിന് എന്തില്ല, മഹത്വമില്ല. ഇതൊക്കെ അല്ലാഹു. അതുകൊണ്ടാണ് മവായിബുല്ലദീന് മഹാനവറുകൾ പറഞ്ഞത് പ്രധാനമായും. മാത്രമല്ല റബീഉൽ അവ്വൽ റമദാന് വരുന്നത് ലൈലത്തുൽ ഖദറിന് ഇറങ്ങിയത് ആരാ? മലക്കുകളല്ല ഇറങ്ങണേ. റബീഉൽ അവ്വലോ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മലക്കുകളെക്കാൾ നമുക്ക് ഊഹിക്കാൻ കഴിയാത്ത മഹത്വം ആർക്കുണ്ട്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്. ഇതാണ് സുന്നികളാകുന്ന നമ്മുടെ ഈമാൻ. അപ്പൊ ലൈലത്തുൽ ഖദറിനേക്കാൾ മഹത്വം ഉണ്ടെന്ന് അൽ മവാഹിബുൽ ലദുനിയയിലുണ്ട്. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ മൗലിദാകുന്ന അന്നിഅമത്തുൽ കുബ്ര അലൽ ആലമിലുണ്ട്. മഹാനവറുകളുടെ കിതാബാകുന്ന മിനഉൽ മക്കിയ ഫീ സറഹിൽ ലംസിയയിലുണ്ട്. ഇമാം ശർവാനി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറഞ്ഞു, അഫ്ളലുൽ ലയാലി, ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസം ഏതാണ്? ഏറ്റവും ശ്രേഷ്ഠതയുള്ള രാത്രികളിൽ ഏറ്റവും മഹത്വമുള്ളത് ലൈലത്തുൽ ഖദറാണ്. അഫ്ളലുൽ ലയാലി ലൈലത്തുൽ മൗലിദ് ഷരീഫ്, ഏറ്റവും ശ്രേഷ്ഠതയുള്ള രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച രാത്രി. സുമ്മ ലൈലത്തുൽ ഖദർ, പിന്നെ ഏതാണ്? ലൈലത്തുൽ ഖദർ. ഇതേപോലെ തന്നെ ഇതിന് സമാനമായ വേർഡുകളാണ് സ്വാബിയിലുള്ളത്, നിഹായത്തു സൈനിലുള്ളത്. സുബ്ഹാനല്ലാഹ്, അത്രയും. എന്നാൽ അന്ന് ഇടങ്ങാറുള്ളത് ഈ വഹാബിയൊക്കെ നോക്കിയുള്ള ഈ 1500-ാമത്തെ ജന്മദിനം വെള്ളിയാഴ്ച വന്നു. വലിയൊരുനാളും വെള്ളിയാഴ്ച ഒന്നിച്ച് വന്നിട്ട് വെള്ളിയാഴ്ച പള്ളി പോയില്ലാറ് എന്നതുപോലെ ഇവർക്കിത് സഹിക്കാൻ കഴിയൂല. അത് ഇബ്ലീസിനും അങ്ങനെ. നമ്മള് കുറ്റം പറയല്ലോ, സംഗതി ഉള്ളവരാണ്. ഇബ്ലീസ് കരഞ്ഞ 4 സന്ദർഭമുണ്ട്. ആ 4-ൽ ഒന്നാണെന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത്. ഇബ്ലീസ് സഹിക്കില്ല. വഹാബിയൊക്കെ നമ്മൾ സാധാരണ റബീഉൽ ജമാദുൽ ഊലയിലും ദുൽഹജ്ജയിലും ചെയ്യാത്ത എന്ത് കാര്യമാണ് നമ്മൾ റബീഉൽ അവ്വൽ ചെയ്യുന്നത്? അതേമാതിരി അന്ന് ഹലാലായ കാര്യം തന്നെയല്ലേ റബീഉൽ അവ്വൽ ചെയ്യുന്നത്. പിന്നെ റബീഉൽ അവ്വലിന് പറ്റൂല എന്ന് പറഞ്ഞാൽ റബീഉൽ അവ്വലും ബലും എന്തോ ഒരു അടങ്ങാറുള്ള മാതിരിയാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോ റമദാനില് സ്വതക്ക ചെയ്തവർക്ക് പ്രശ്നമൊന്നുമില്ല, റമദാനില് മത് പറഞ്ഞവർക്ക് പ്രശ്നമൊന്നുമില്ല. റബീഉൽ അവ്വൽ 12 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച സമയത്ത് വാവിട്ട് ഉലകം ചുറ്റി കരഞ്ഞ ആൾ ഇബ്നീസാണ്. അത് എന്റെ വകയിൽ പറഞ്ഞതല്ല. സുയ്യൂത്തി ഇമാം തന്റെ അൽ ഖസായിസുൽ കുബ്രയിൽ പറഞ്ഞിട്ടുണ്ട്, അൽ ബിദായത്തു വന്നിഹായിലുണ്ട്, അസ്സിറത്തു ഷാമിയയിലുണ്ട്, അർ റൗദുൽ ഉൻഫലുണ്ട്, പല കിതാബിലുണ്ട്. അപ്പൊ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സമയത്തിന് മഹത്വമുണ്ട്, ശ്രേഷ്ഠതയുണ്ട്, ആ രാത്രിക്ക് മഹത്വമുണ്ട് എന്ന് മാത്രമല്ല, മഹാന്മാരുടെ ഒക്കെ വീക്ഷണം ലൈലത്തുൽ ഖദറിനേക്കാൾ മഹത്വമുണ്ട് എന്നതാണ്. അങ്ങനെയാണ് പറഞ്ഞത്. മാത്രല്ല അതിന് മഹത്വമില്ല എന്ന് ലോകത്താരും എന്തായിട്ടില്ല, പറഞ്ഞിട്ടില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പിന്നെ ഇവര് മഹത്വം ഇല്ല എന്നിങ്ങനെ പറയാം. മഹത്വം ഈ പറഞ്ഞ ഇമാമികൾ അംഗീകരിക്കൂലെങ്കിൽ ഓർക്ക് എന്ത് പറയാം? അന്ന് മഹത്വം ഉണ്ട് നമുക്കറിയില്ല, അറിയാം. മഹത്വം ഇല്ല എന്ന് പറയണമെങ്കിൽ പ്രമാണം വേണ്ടേ? ലോകത്ത് ഏതെങ്കിലും ഒരു ഇമാം അങ്ങനെ പറയണ്ടേ? അല്ലെ ഖുർആൻ അങ്ങനെ പറയണ്ടേ? അല്ലെ ഹദീസ് അങ്ങനെ പറയണ്ടേ? നമ്മളെ സുന്നികളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഇമാമുമാർ അംഗീകരിക്കുന്നവരാണ്. അവര് ധാരാളം ഇമാമുകൾ ലൈലത്തുൽ ഖദറിനേക്കാൾ മഹത്വമുണ്ടെന്ന് പ്രത്യേകം ഊന്നി പറഞ്ഞിട്ടുണ്ട്. മാത്രല്ല അപ്പൊ റബീഉൽ അവ്വൽ 12-ന് മഹത്വമുണ്ട്. പലരും പറഞ്ഞു ലൈലത്തുൽ ഖദറിനേക്കാൾ മഹത്വമുണ്ട്. ആവട്ടെ, അതുകൊണ്ട് വന്ന് ആഘോഷിക്കണം എന്ന് ആരെയും പറഞ്ഞു? സുബ്ഹാനല്ലാഹ്, അതുകൂടി അതിൽ പറയണല്ലോ, അതുകൂടി പ്രത്യേകം പറയണല്ലോ. അന്നത്തെ ദിവസം അത് ആ ദിവസത്തെ മാസത്തെ ആദരിക്കണം, ബഹുമാനിക്കണം, അന്ന് പെരുന്നാളാക്കണം എന്നൊക്കെ പറഞ്ഞ മഹാന്മാർ ഹാഫിദുൽ ഇറാഖി റളിയല്ലാഹു അൻഹു, ഹാഫിദ് ഇബ്നു അസ്ഖലാനി റളിയല്ലാഹു അൻഹു, ഹാഫിദുൽ ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു, അബൂ ശാമ റളിയല്ലാഹു അൻഹു, ഇമാം സഖാവി റളിയല്ലാഹു അൻഹു, ഇബ്നുൽ ഹാജർ റളിയല്ലാഹു അൻഹു, ഇബ്നു ദിഹിയ റളിയല്ലാഹു അൻഹു, ഇബ്നു അല്ലാനി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്, നമ്മളെ അസ്മാഉൽ ബദറിലാണ് ചെല്ല. ഇവരുടെ ചോദ്യം കേട്ടാൽ അങ്ങനെ ലോകത്ത് ആരും പറയാത്ത മാതിരി. അങ്ങനെയല്ല, ധാരാളം മഹാന്മാർ അന്നത്തെ ദിവസം. മാത്രമല്ല ബഹുമാനപ്പെട്ട ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു തന്റെ ഹാവിയിൽ പറഞ്ഞത് ഈ എല്ലാ വർഷവും ഇത് മടങ്ങി വരുന്നു. അങ്ങനെ വിഷയമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ആ രാത്രിന്റെ മഹത്വം അന്ന് മാത്രമേ ഉള്ളൂ. ലൈലത്തുൽ ഖദറിന് അങ്ങനല്ലല്ലോ, ആശുറാവിനും അങ്ങനല്ലോ, ഇവിടെ മാത്രം അങ്ങനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഇങ്ങനെ എന്തോ ഒരു അടങ്ങേറുള്ള മാതിരി ഇങ്ങനെ കുറക്കുക. അല്ല പറഞ്ഞത് കുറയില്ലാന്ന് ഉറഫാനാലിക്കറക്കുക. അത് കൊല്ലം കൊല്ലം ഉഷാറായി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. നിങ്ങളെ ചോദ്യം എന്തിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസത്തിന് മഹത്വമുണ്ട് എന്ന് ഏതെങ്കിലും ഇമാമുമാര് പറഞ്ഞിട്ടുണ്ടോ? മനസ്സിലായോ? ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല ഖബൂലാക്കട്ടെ. ആമീൻ.